ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലെങ്കിൽ അവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇതൊരു സൺഡേ ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഇന്നിപ്പോൾ എന്തായാലും ജോലിക്കൊന്നും പോയില്ലല്ലോ, ഒരു ഉച്ച വരെ കിടന്നുറങ്ങാമെന്ന്. എവിടെ 8 മണിയാകുമ്പോൾ തന്നെ എൻ്റെ ഉറക്കം പോയി. 8 മണിയല്ല, 8:30 കാണും. അപ്പോൾ അങ്ങനെ എൻ്റെ ഉറക്കമൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഉറങ്ങിയിട്ട് എപ്പോഴാണൊന്ന് എണീക്കുന്നത്? ഇപ്പോൾ സമയം 8:30 അല്ലേ? 8:30 മണിയായി. ഞാനധികവും ഈ ഒരു സമയത്താണ് എണീക്കുക. സൺഡേ അല്ലേ, അപ്പം സൺഡേ സമയം എന്തായാലും സൺഡേ സമയമൊന്നുമല്ല, സൺഡേ ഈ ഒരു ടൈമാവും, 8:30 9 ആവും ഞാൻ എണീക്കാനായിട്ട്. അപ്പോൾ വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോഴാണ് എണീക്കുന്നത്. അപ്പൂനെ ഇവിടെ ഒന്നും കാണില്ല. എനിക്ക് തോന്നുന്നു അവൻ പുറത്തു പോയിന്ന്, ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ജോലിയില്ല, അവന് വർക്കില്ല. സാധാരണ യൂഷ്വലി ഡേ ഷിഫ്റ്റ് ആകുമ്പോൾ സൺഡേ വർക്ക് ഉണ്ടാവുന്നതാണ്, പക്ഷെ ഇന്ന് അവൻ പോണില്ല. എനിക്ക് പിന്നെ പൊതുവെ വർക്കില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ എണീച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ പറയൂ, എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. നമുക്ക് വെള്ളം കുടിക്കാം. നമുക്ക് ആദ്യം ഫാൻ ഓഫ് ചെയ്യാം, അല്ലേ? ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കില്ല. ഫാൻ ഓഫ് ചെയ്തു. ഇന്നലെ എനിക്ക് എന്താ അറിയില്ല, ഇപ്പം ഭയങ്കര ഉറക്കമാണ്. എത്ര ഉറങ്ങിയാലും മതിയാവാത്ത പോലെയൊക്കെയാണ് ഇപ്പം. എന്താണാവോ? വെള്ളം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എണീച്ചപ്പം അപ്പോൾ കൊണ്ടുപോയി വെച്ചാണ്. ഇന്നലെ ഞാൻ രാത്രി വെള്ളം കൊണ്ടുപോയി വയ്ക്കാൻ മറന്നു. സോ വെള്ളം കുടിക്കാം. കുറേ ആൾക്കാർ ചൂടുവെള്ളം കുടിക്കാറുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട്. ഏറ്റവും ബെസ്റ്റ് ചൂടുവെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. എൻ്റെ മുടിയൊക്കെ കണ്ടല്ലോ, ഭ്രാന്തിനെ പോലെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ പിന്നെ മുടിയൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഗൈസ്, നമുക്ക് പോയി ബ്രഷ് ചെയ്തിട്ട് വരാം. അതെ, ഇവിടെ വളരെ സെസ്ക് ചെയ്ത് നടക്കുന്ന ഒരു യുവാവുണ്ട്. യുവാവിൻ്റെ പേരാണ് ഗണ്ടി. രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ച് ഇരിക്കുകയാണ് ഗൈസ്. കണ്ടല്ലേ, രാവിലെ തന്നെ എന്നെ കളിയൊക്കെ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം? പല്ല് വെച്ചിട്ട് വരാം. ഗൈസ്, നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതെ, അപ്പോൾ ബൈക്കൊക്കെ ഓണാക്കിയിരിക്കുകയാണ്. നമ്മൾ സൺഡേസ് പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുക. കാര്യം ആകെ ഒരു ഞായറാഴ്ച ദിവസമല്ലേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പുറത്ത് പോയിട്ട് കഴിക്കാണ്. സോ അപ്പൂൻ്റെ വണ്ടി ഓണാക്കുവാണ്. പിന്നെന്താ, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? അപ്പം ഞങ്ങൾ കഴിച്ചിരിക്കുന്നത് മസാല ദോശയാണ്. 2 മസാല ദോശ വാങ്ങിച്ചു. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു. ഫ്രഷായിട്ട് നല്ല പച്ചക്കറി കണ്ടപ്പോൾ, പച്ചക്കറികൾ എനിക്ക് എന്നും വീക്ക്നെസ്സാണ് ഗൈസ്. അത് നല്ല കളർഫുള്ളായിട്ടുള്ള പച്ചക്കറികളൊക്കെ കാണുമ്പോൾ ഞാൻ എന്തായാലും വാങ്ങിക്കും. ഈ 2 സാധനമല്ലേ, ബെൽ പെപ്പർ, ഞാൻ എൻ്റെ ജന്മത്തിൽ ഞാൻ വാങ്ങില്ല. ചാൻസ് വളരെ കുറവാണ് കേട്ടോ ഇനി വാങ്ങാനായിട്ട്. കാര്യം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, കുഞ്ഞി തക്കാളിയാണ്, ചുവന്ന കളറിലുള്ള കുഞ്ഞി തക്കാളി. ഞാൻ വേറെന്തോ സംഭവം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അതായത് നല്ല രസമുണ്ടായിരുന്നു ഈ തക്കാളി കാണാൻ, ചെറിയ കുഞ്ഞി തക്കാളിയാണ്. അപ്പോൾ അത് മേടിച്ചു. പിന്നെ ഇത് വന്നിട്ട് വയലറ്റ് കളറിലുള്ള ക്യാബേജാണ്. പിന്നെ ഒരു പാലം മേടിച്ചു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കാണിച്ചത് ചീരയായിരുന്നു കേട്ടോ, ചുവന്ന ചീര. പിന്നെ ഞാൻ ചോറുണ്ടാക്കി ഗൈസ്. ചോറിൻ്റെ കൂടെ ഉപ്പേരിയും, പിന്നെ ബെൽ പെപ്പർ എഗ് ഓംലേറ്റും ബെൽ പെപ്പർ എഗ് സ്റ്റിർ ഫ്രൈയും ആയിരുന്നു.
അപ്പോൾ അത് ഞാൻ ഗൂഗിളല്ല യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയത് കേട്ടോ. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏതോ ഒരു ഷെന്നികത്തിൻ്റെ തമിഴ് പടം കാണുമായിരുന്നു. ഞാനവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നു. ഗൈസ്, നമ്മൾ റെഡിയായി. നമ്മൾ അപ്പുവിൻ്റെ അങ്കിളുടെ വീട്ടിൽ പോവാണ്. അത് വന്നിട്ട് അത് കാർഗറിലാണ്. കാർഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതേ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അപ്പുവിൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ പോവാണ്. കസിൻ്റെ വീടാണ് കാർഗറിൽ. നമ്മളവിടെ കുഞ്ഞിൻ്റെ വീട്ടിലെത്തി ഗൈസ്. പക്ഷേ ലിഫ്റ്റിന് എന്തോ ചെറിയൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ 5 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു ലിഫ്റ്റ് റെഡിയാൻ വേണ്ടിയിട്ട്. സോ വെയിറ്റ് ചെയ്യാണ് നമ്മൾ ലിഫ്റ്റ് റെഡിയാൻ വേണ്ടിയിട്ട്. ലിഫ്റ്റ് റെഡിയാലാണ് റൂമിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാർഗറിലാണ് കുഞ്ഞിൻ്റെ വീട് വരുന്നത്. ഫ്ലാറ്റിൻ്റെ പേരെന്തോ അരഹിന്ദ് സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ ആണ്. സോ ലിഫ്റ്റ് റെഡിയായതിനു ശേഷം നമ്മൾ റൂമിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇരുന്ന് ആരോ വിളിക്കുന്നുണ്ട് അവൻ്റെ ഫ്രണ്ടിനെ. അങ്ങനെ റൂമിലെത്തി. അവിടെ നിന്ന് ഒരു 6 മണിയായപ്പോഴത്തേന് ഇറങ്ങി. ആൻഡ് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് സിഗ്നൽസ് ഉണ്ടായിരുന്നു. ഓരോരോ സ്റ്റോപ്പിൽ കുറേ സിഗ്നൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ട് പിന്നെ നമ്മളങ്ങനെ റൂമിൽ തിരിച്ചെത്തി. നമ്മൾ ശരിക്കും അങ്ങോട്ട് പോയെന്തിനാന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അപ്പൂൻ്റെ അച്ഛനും അമ്മയും കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞച്ഛൻ്റെ കയ്യിൽ. അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതായിരുന്നു മെയിൻ ലക്ഷ്യം. അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞച്ഛൻ ഫ്ലൈറ്റിൽ വരുന്നതിനെ കൊണ്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അതായത് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേങ്ങ കൊണ്ടുവരില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പം നമുക്ക് കഴിക്കാനുള്ള കുറച്ച് 2-3 ബേക്കറി ഐറ്റംസും പിന്നെ വെളിച്ചെണ്ണയായിരുന്നു മെയിനായിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നാട്ടിൽ നിന്ന് പുറമെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് അറിയാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള വെളിച്ചെണ്ണേൻ്റെയും തേങ്ങേൻ്റെ ഒക്കെ വില എന്താണെന്ന്. അതൊക്കെ പോട്ടെ, തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കവറ് എൻ്റെ കൈ കൊണ്ട് തന്നെ വളരെ ബലാത്കാരമായി ഞാൻ എന്താ പറയുക അഴിക്കാൻ പറ്റും നോക്കുകയാണ്. കത്തി കൊണ്ട് മുറിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കത് ആ സമയത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കീറി പറിക്കാനാണ് തോന്നിയത്. അങ്ങനെ ആദ്യം ഡേറ്റ്സ് കിട്ടിയിരിക്കുകയാണ് ഗൈസ് കയ്യിൽ. ഈ ഡേറ്റ്സ് വന്നിട്ട് എൻ്റെ കസിൻ വിഷ്ണു കൊടുത്തയച്ചതാണ്. അവൻ ഗൾഫിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണ്. അവൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് മുന്നേസായിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഓരോരുത്തർക്ക് വേണ്ടതെന്ന്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കേണ്ടത് എന്താ പറയുക എൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെ ഞാൻ കുറേ നാൾ ആലോചിച്ചിട്ടാണ് ഞാൻ ഡേറ്റ്സ് പറഞ്ഞത്. അപ്പം എന്ത് സാധനം വാങ്ങിക്കാന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറയാമെന്നുള്ളത്. അപ്പം ഞാൻ ഡേറ്റ്സ് തന്നെ വാങ്ങിക്കാമെന്ന് അവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അതായത് നീ കൊണ്ടുവരുമ്പോൾ ഡേറ്റ്സ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് വർത്തായാണ്. പിന്നെ അതുപോലെ തന്നെ മിച്ചറും. വർത്തായ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല, ഞങ്ങൾ പേരാമ്പ്രക്കാർ വർത്തായ എന്ന് പറഞ്ഞിട്ടോ പറയുക, വറുത്ത കായ്ക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈസ് എനിക്ക് ചെറുതായിട്ട് വയറുവേദനയും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ആകെ സൈഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. വലിയ കുഴപ്പമില്ലാത്തൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ ടാറ്റ, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.